സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലേക്ക് പിന്നിൽ കളിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഇത് വിവാദമൊക്കെ ആക്കുന്നത് ആരാണെന്നും ഈ പറയുന്ന വി.ഡി. സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ആളാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചില കസേരകളൊക്കെ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടയില്ലാത്ത കുറേ വെടികൾ പൊട്ടിക്കുക. ഒന്ന് കൃഷ്ണകുമാർജിക്കെതിരെ പൊട്ടിച്ചു, അതുകൊണ്ട്. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു ചാരനായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ചയിൽ വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എന്നെ വ്യക്തിപരമായി നടത്തി. ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, ഞാൻ അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ, നിങ്ങൾക്കറിയാം ആരാണെന്ന്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ ചില അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അത് ഞാൻ പറയാം, അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായിട്ട് പോകുള്ളൂ. അദ്ദേഹം എന്താണെന്നും ആരാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിനെ പോലെ ഈ ചാനൽ ചർച്ചയുടെ കൂട്ടിലിരുന്നിട്ട് നേതാവായ ആളല്ല പ്രിന്റു മഹാദേവ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ പല പരാമർശങ്ങളും ചാനൽ ചർച്ചയിൽ നടത്തി. ഞാൻ എൻ്റെ പ്രവർത്തനം 5-ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ ഏതെങ്കിലും ഒരു ബി.ജെ.പിയുടെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഞാൻ ABP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വിഷയമേ ഇവിടെ ചർച്ച ചെയ്യേണ്ട. അയാൾ എന്തെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് പോയിട്ട്, പക്ഷേ വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ചാനൽ ചർച്ചയിൽ പലതരത്തിൽ അവഹേളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അവഹേളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുന്നിട്ട് പണ്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടം വഴി ഓടിയതൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതലൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല.